ലാവ്ലിൻ കേസിൽ ഉൾപ്പെടെ ഉമ്മൻചാണ്ടി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഫേസ്ബുക്കിൽ മറുപടിയുമായി വി.എസ്. അച്യുതാനന്ദൻ. ലാവ്ലിൻ കേസിൽ വിചാരണ കോടതി വിധി അംഗീകരിക്കുന്നില്ല എന്ന മുൻ നിലപാടിൽ മാറ്റമില്ലെന്ന് വി.എസ്. വ്യക്തമാക്കി. അതേസമയം മറ്റൊരു മേൽക്കോടതി വിധി വരുന്നതുവരെ തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന വാചകം വി.എസ്. പിന്നീട് ഒഴിവാക്കി. ആർ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി ഇടതുമുന്നണി അംഗമല്ലെന്നും ആ നില തുടരുമെന്നും വി.എസ്. ഫേസ്ബുക്കിൽ കുറിച്ചു. ലാവ്ലിൻ കേസ്, ആർ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരായ അഴിമതി കേസ്, ടി.പി. ചന്ദ്രശേഖരൻ വധം, ധർമ്മടത്ത് പിണറായിക്ക് വേണ്ടിയുള്ള പ്രചരണം, ഈ വിഷയങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ കടന്നാക്രമണത്തിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് വി.എസ്. മറുപടി നൽകിയിരിക്കുന്നത്. ലാവ്ലിൻ കേസിൽ വിചാരണ കോടതിയുടെ വിധി അംഗീകരിക്കുന്നുവെന്ന തന്റെ നിലപാടിൽ മാറ്റമില്ല. മറ്റൊരു മേൽക്കോടതി വിധി വരുന്നതുവരെ ഈ നിലപാട് തുടരും. ഇതായിരുന്നു വി.എസ്. ആദ്യം ഫേസ്ബുക്കിൽ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് കുറിച്ചിരുന്ന വാചകങ്ങൾ. എന്നാൽ 6 മണിക്കൂർ മുമ്പ് അതിൽ ഒരു വാചകം വി.എസ്. എഡിറ്റ് ചെയ്തിട്ടുണ്ട്. കോടതി വിധിക്കെതിരെ മറ്റൊരു മേൽക്കോടതി വിധി വരുന്നതുവരെ എന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന വാചകമാണ് വി.എസ്. എഡിറ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. അഴിമതി കേസിൽ ആർ ബാലകൃഷ്ണപിള്ളയെ തനിക്ക് ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞു. ആർ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി ഇടതുമുന്നണിയിൽ അംഗമല്ല. ഈ നില തുടരുകയും ചെയ്യും. ധർമ്മടത്ത് പിണറായി വിജയനെ പ്രസംഗിച്ച് തോൽപ്പിക്കാൻ ഉമ്മൻചാണ്ടി വേറെ ആളെ നോക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ആശയസമരങ്ങൾ സ്വാഭാവികമാണ്. അത് പാർട്ടി കാര്യം. അതൊന്നും തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചു നീട്ടുന്ന സംഘടനാ വിരുദ്ധ സ്വഭാവം ഞങ്ങൾക്കില്ലെന്നും വി.എസ്. വ്യക്തമാക്കുന്നുണ്ട്. ഈ സ്വഭാവം കോൺഗ്രസിന്റെ കൂടപ്പിറപ്പാണെന്നും വി.എസ്. കുറ്റപ്പെടുത്തുന്നു. ടി.പി. ചന്ദ്രശേഖരൻ വധത്തിൽ തന്റെ നിലപാടുകൾക്ക് യാതൊരു മാറ്റവുമില്ല. ടി.പി. വധം അപലപനീയമാണ്. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. എന്നാൽ RMPയെ ഉപയോഗിച്ച് UDF നടത്തുന്ന രാഷ്ട്രീയ കച്ചവടത്തിന് കൂട്ടുനിൽക്കാൻ തന്നെ കിട്ടില്ലെന്നും വി.എസ്. ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകി. ഏത് അപമാനവും അവഹേളനവും സഹിച്ച് അധികാരത്തിൽ തുടരുന്ന ഉളുപ്പില്ലാത്ത മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടിയെന്ന് പരിഹസിച്ചുകൊണ്ടാണ് വി.എസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.